ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ. നാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന സ്വന്തം ലോകം രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഡെഡ്പൂളും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ പോകുന്ന സ്ഥിരം ഹീറോ സ്റ്റോറി ആണെങ്കിലും കോമഡികളോടും സർപ്രൈസ് എലമെന്റുകളോടും കൂടി ആദ്യം തൊട്ട് അവസാനം വരെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നാലും സ്റ്റോറിയിലും സ്ക്രീൻ പ്ലേയിലും കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടി നല്ല രീതിയിൽ എൻഗേജ് ആയി പോയിരുന്നെങ്കിൽ ഇതിലും നന്നായിരുന്നേനെ. ഡെഡ്പൂളും വോൾവേറിനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ടെങ്കിലും ഈ സിനിമയുടെ കോർ വോൾവേറിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. ഡെഡ്പൂളിന് കാര്യമായ പ്രാധാന്യം കിട്ടിയില്ല. ഇതിലെ പോസിറ്റീവുകളിൽ ഒന്നാണ് ഇതിൻ്റെ ഹ്യൂമർ പാർട്ട്. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ ഹ്യൂമർ സീൻസും വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് നല്ല രീതിയിൽ കൺവേയും ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. എല്ലാ ഫൈറ്റ് സീൻസും അതിൻ്റെ കൊറിയോഗ്രാഫിയും എല്ലാം വളരെ നന്നായി. എടുത്ത് പറയേണ്ടത് ഇതിൽ ഫസ്റ്റ് ഫൈറ്റ് സീൻ, അതിൻ്റെ മേക്കിംഗ് ആവട്ടെ, അതിൻ്റെ 3D വിഷ്വലൈസേഷൻ ആവട്ടെ, എല്ലാം വളരെ നോച്ചിലായിരുന്നു അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു ചെറിയ ഡാൻസും കൂടെ ആയി ചേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പീക്കിലായിരുന്നു ആ വിഷ്വലൈസേഷൻ. എടുത്തു പറയേണ്ട കാര്യം ഇതിലെ ക്യാമിയോസ് ആണ്. ആദ്യം തൊട്ട് അവസാനം വരെ ഇതിൽ വന്നിട്ടുള്ള എല്ലാ ക്യാമിയോസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഇവർ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം. മൾട്ടിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു വന്ന മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ ക്യാമിയോസ് എന്ന് പറഞ്ഞ് കാണിച്ചു വെച്ചതോ അല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്ന എല്ലാ ക്യാരക്ടറും അവർക്ക് എന്തെങ്കിലും ഈ സിനിമയിൽ ചെയ്യാനുണ്ട് എന്ന രീതിക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വെറുതെ വന്നു പോകുന്ന ഒരു പെർഫോമൻസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പിന്നെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ വോൾവറിൻ ആൻഡ് ഡെഡ്പൂളായി എത്തിയ ഹ്യൂ ജാക്ക്മാൻ, റയാൻ റെയ്നോൾഡ്സ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. പ്രത്യേകിച്ച് വോൾവറിനൊക്കെ ഇമോഷണൽ സീൻസ് ആവട്ടെ, ഓരോ ട്രോമയിൽ നിന്ന് പുറത്തു വരുന്നതാവട്ടെ ഒക്കെ വളരെ വെൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ റയാൻ റെയ്നോൾഡ്സ് പുള്ളിക്കാരൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു. ക്യാമിയോ ആയിട്ടും മൾട്ടിവേഴ്സ് വേരിയന്റ് ആയിട്ടും ഹീറോ ആയിട്ടും ആദ്യം തൊട്ട് അവസാനം വരെ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം. അത് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ ചെയ്ത ചില സീക്വൻസ് ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് തിയേറ്റർ വാച്ച് മെറ്റീരിയലാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. പ്രത്യേകിച്ച് മാർവൽ ഫാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണണം.